ഹലോ ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളുടെ 50th വ്ലോഗാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു ആഡ് ചെയ്യുക, 2 തക്കോലം, 1 ടേബിൾ സ്പൂൺ ഏലക്ക, 1/2 ടേബിൾ സ്പൂൺ പട്ട, ഒരു ചെറിയ പീസ് ജാതിക്ക, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വറുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഈ ഒരു മിക്സ് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു തക്കാളി നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മന്തി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക.
ഇനി അതിലേക്ക് 2-3 പട്ട, ഗ്രാമ്പൂ, ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ കറുവായില ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് വഴച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ചിക്കൻ മാഗി ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബോയിലായി ആ ക്യൂബ്സൊക്കെ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ആ മന്തി മിക്സ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 കുരുമുളകും ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച് ടൊമാറ്റോ പ്യൂറി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ബോയിലായി വരുമ്പോൾ ഇതിലേക്കൊരു 1/2 ലെമൺ സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് നേരത്തെ കഴുകി വാര വെച്ച അരി നമുക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്കൊരു 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 20 to 25 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി സ്പൈസി മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ്സ് അടച്ചു വെച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി മന്തി റൈസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ ഡെസേർട്ട് കപ്സ് ആണ്. അപ്പോൾ അതിനാവശ്യമുള്ളത് കുക്കീസ്, ഏലക്കപ്പൊടി, പാല്, പഞ്ചസാര. അപ്പോൾ ആദ്യം തന്നെ ഒരു ജാറിലേക്ക് ബിസ്ക്കറ്റ്സ് ആഡ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു 2 കപ്പ് പാല് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യാം. ഈ പാല് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഏലക്കയുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു കപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ വീതം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കുക്കീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പാല്, നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പാലും ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്തെടുക്കാം.
നമുക്കിനി ഇതൊരു 3 hours ഫ്രീസ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഡെസേർട്ട് കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡിന്നറായിട്ട് ഗോബി മഞ്ചൂരിയൻ ആൻഡ് ചപ്പാത്തിയാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗോബി മഞ്ചൂരിയൻ വിത്ത് ഗ്രേവി എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോളിഫ്ലവർ, സവോള, ക്യാപ്സിക്കം, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കോൺഫ്ലവർ, മൈദ, സോയാ സോസ്, പിന്നെ വിനീഗർ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നന്നായി കഴുകിയ കോളിഫ്ലവറും ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം ചേർത്ത് 15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. മിനിറ്റിന് ശേഷം കോളിഫ്ലവർ ഒക്കെ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് സോയാ സോസും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ച് കോളിഫ്ലവർ ആഡ് ചെയ്ത് 30 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് നമുക്ക് കോളിഫ്ലവറൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. കോളിഫ്ലവറൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ഓണിയൻ ഇതുപോലെ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളകും ക്യാപ്സിക്കവും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ സോയാ സോസും ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗറും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒരു കോൺഫ്ലവർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ചപ്പാത്തിയും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്